തിങ്ങി നിറഞ്ഞ വേദിയല്ല എങ്കിലും വേദി 12-ൽ കലയ്ക്കപ്പുറമുണ്ട് കാര്യം. ഭാവഭേദങ്ങളുടെ പല കാലഘട്ടങ്ങൾ ഒരുമിച്ച വേദി കൂടിയായിരുന്നു വേദി 12. പുതിയ തലമുറ കേരളത്തിൻ്റെ പാരമ്പര്യ കലയെ ഏറ്റെടുക്കുന്ന നല്ല സുന്ദര കാഴ്ച. പച്ച കത്തി കരി താടി കഥകളി വേഷങ്ങൾ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി അരങ്ങിൽ കെട്ടിയാടുമ്പോൾ സദസ്സിൽ നടന്നത് തലമുറകളുടെ സംഗമം. കൃത്യമായ ഇടവേളകളിൽ വേഷങ്ങൾ പലത് വന്നു വേദിയിൽ. ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം, ഭാവങ്ങൾ പലത് മിന്നിമാഞ്ഞു വേഷമുഖങ്ങളിൽ. ഒപ്പം സദസ്സിലും ഭാവഭേദങ്ങളുടെ തലമുറ സംഗമം. കഥകളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച സദനം കൃഷ്ണൻകുട്ടിയാശാന്റെ ഭാവപ്രകടനങ്ങൾ. വേദിയിൽ നിന്ന് മിഴികളെടുക്കാതെ ഭാവങ്ങൾ വിരിയുന്ന മുഖം, സംഗീതത്തിനൊത്ത് ചലിക്കുന്ന കൈകൾ, തൊട്ടുപിന്നിൽ കഥയറിയാതെ ആട്ടം കാണുന്ന കുരുന്നുകൾ. വേദിയിൽ നോക്കി ചലിക്കുന്ന അർത്ഥമില്ലാത്ത മുദ്രകൾ. പുതുതലമുറയ്ക്ക് അത്ര പ്രിയമല്ലാത്ത കഥകളി എന്ന കലയിൽ തലമുറകൾ പലത് ഒത്തുചേരുകയായിരുന്നു അവിടെ. അവതരിപ്പിച്ചൊക്കെ ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള സന്ദർഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ അനവധി കാലമായിട്ട് ഇത് കാണാനായി മാത്രം വരുന്ന ഒരാളാണ്. ഏതായാലും വളരെ സന്തോഷം തന്നെ പറയാൻ ചിന്തിക്കാൻ വയ്യ. ഏതായാലും വളർന്നു വരുന്ന തലമുറകൾക്കെല്ലാം ഇതൊരു പ്രചോദനമായി വരട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപത്തെ പുതുതലമുറയും ഏറ്റെടുക്കുകയാണ്. യുവജനോത്സവ വേദിയിലെ മത്സരയിനം എന്നതിനപ്പുറം ജീവിതം തന്നെ കഥകളി എന്ന കലയ്ക്കായി ഒഴിഞ്ഞുവെക്കുന്ന പുതുതലമുറ. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം, ക്ഷമ, ഏകാഗ്രത എല്ലാം ഒത്തുചേരുന്ന ആത്മസമർപ്പണം. അവർക്കായി പ്രായഭേദമന്യേ തലമുറകൾ സദസ്സിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവതരണ മികവിൽ കൈയടിക്കുന്നു. വേദി വിട്ടിറങ്ങുന്ന വേഷങ്ങൾക്കൊപ്പം ചിത്രങ്ങൾ പകർത്തി ചേർത്തു നിർത്തുന്നു. ഒന്നുറപ്പാണ്, കല കാലാതീതമായി നിലനിൽക്കും. കഥകളിയും കാലങ്ങൾക്കപ്പുറവും കാത്തു സംരക്ഷിക്കപ്പെടും. അത് പറയാതെ പറയുകയാണ് കഥകളി വേദിയിലെ ഈ തലമുറ സംഗമം. കലോത്സവ വേദിയിൽ നിന്ന് ബിജു മുരളീധരനോടൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.